നമ്മൾ ഈ കോഡ് സെറ്റിൻ്റെ കളക്ഷൻസൊക്കെ കൊണ്ടുവരുന്ന ടൈമിലേ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യാറുള്ള ഒരു കളക്ഷനാണ് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലുള്ള നോർമൽ കുർത്തീസ് അവൈലബിൾ ആക്കാവുന്നുള്ളത്. അതായത് എ ലൈനായിട്ടും അതേപോലെ തന്നെ സൈഡ് സ്ലിറ്റ് ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ കുർത്തീസ് ഇവിടെ കൊണ്ടുവരൂ. നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റേറ്റ് തന്നെയാണ്. വളരെ അഫോർഡബിൾ റേറ്റിലുള്ള കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ 250യുടെ കളക്ഷൻസിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റയോണിൻ്റെ ഒരു എ ലൈൻ കുർത്തി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സമങ്കാല. അത് സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു ബജറ്റ് ഫ്രണ്ട്ലി കുർത്തി ആയിട്ടാണ് കേട്ടോ. ഒരുപാട് പേരുടെ റിക്വസ്റ്റാണ് നോർമൽ കുർത്തീസ് ആയിട്ട് അവൈലബിൾ ആക്കുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കളക്ഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കളക്ഷൻ കാണാം. ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ വളരെ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ 2 ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ തന്നെ കോഡ് സെറ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു 2 ഷെയ്ഡിലായിട്ട്. ഈ ഒരു റെഡ് എ ലൈൻ കുർത്തി വിത്ത് പലാസോ ബോട്ടോ ആയിട്ട്, പിന്നെ ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത്. അത്രയ്ക്ക് കംഫർട്ടായിട്ടുള്ളൊരു റയോണിൻ്റെ കോഡ് സെറ്റ് ആയിരുന്നു ഈ ഒരു കളക്ഷൻ കേട്ടോ. സെയിം പ്രിൻറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു നോർമൽ എ ലൈൻ ആയിട്ട് ഈ ഒരു കളക്ഷൻ. ഇതിൻ്റെ പാറ്റേൺ വരുന്നത് നോർമലി നമ്മൾ ചെയ്യുന്ന എ ലൈൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3/4 സ്ലീവ് ലെങ്തിൽ 46-47 ഇഞ്ച് ലെങ്തിൽ വന്നിട്ടുള്ള ഒരു എ ലൈൻ കുർത്തിയാണ്. വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. നോർമലി നമ്മൾ ചെയ്യുന്ന എ ലൈൻ്റെ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഈ ഒരു എ ലൈൻ കുർത്തി വരുന്നത്. 3/4 സ്ലീവ് ലെങ്താണ് വരുന്നത്. 46-47 ഇഞ്ച് ലെങ്തിലാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. 1 സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിതിൻ്റെ കൂടെ ഒരു സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ഇപ്പം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അത്ര ഡാർക്ക് മെറൂൺ അല്ല, ഒരു റെഡ് ടിൻറ്റ് കൂടി നിൽക്കുന്ന ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ. 1 സൈഡ് പോക്കറ്റ് ഉണ്ട്. 3/4 സ്ലീവിൽ 46-47 ഇഞ്ച് ലെങ്തിൽ വന്നിട്ടുള്ള കളക്ഷനാണ്. ഫ്രണ്ടിലൊരു സ്ലിറ്റ് കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത്. എല്ലാവരുടെയും കോമൺ ആയിട്ട് കാണുന്ന കളേഴ്സാണ്. റെഡും അതേപോലെ തന്നെ ബ്ലാക്കും ബോട്ടം ഒക്കെ എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു ബോട്ടം ഇതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വരില്ല. നമുക്കിതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം നമുക്ക് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാം. സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ. ഇങ്ങനെ വരും. ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. കംഫർട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നല്ലൊരു റൗണ്ട് നെക്കിൽ ചെയ്തിട്ടുള്ള ഒരു നോർമൽ എ ലൈൻ കുർത്തിയാണ്. നല്ലൊരു ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ടാവുന്ന 2 ഷെയ്ഡ്സിലാണ് വരുന്നത്. റയോൺ ആവുന്നതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട്. എന്താ പറയുക, വളരെ ബോഡി ഹഗ്ഗിങ് ആയിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കും ഒക്കെ വളരെ ആപ്റ്റായിട്ട് പോകുന്ന നല്ലൊരു ക്യാഷ്വൽ വെയർ കുർത്തിയാണ്. കോഡ് സെറ്റ് അല്ലാതെ കുർത്തി മാത്രമൊക്കെ ചോദിച്ചിട്ടുള്ളവർക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇത്. നിങ്ങൾക്കത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ച് ഇത് എൻ്റെ കറക്റ്റ് സൈസല്ല, എല്ലാ സൈസിലും നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു കളക്ഷൻ നമ്മൾ ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് XL, XXL, 3XL സൈസിലാണ് കേട്ടോ. അപ്പോൾ ചെറിയ സൈസുകാർക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അതൊന്നും എടുത്ത് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് ഇത്ര കറക്റ്റ് എൻ്റെ ഫിറ്റിലല്ല ഇത് കിടക്കുന്നത്. എൻ്റെ സെയിം സൈസിലുള്ള കളക്ഷൻ ഇല്ല. ഇപ്പോൾ XL ആണ് ഞാനിതൊന്ന് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇത് അവൈലബിൾ ആയിട്ടുള്ളത് XL, XXL, 3XL സൈസിൽ മാത്രമേ ഈ കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രോപ്പർ റിപ്ലൈ കിട്ടുന്നില്ലെന്നുള്ളതൊരു സ്ഥിരം പരാതി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് വെബ്സൈറ്റ് കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നേ പറയാനുള്ളൂ. ഇപ്പം കഴിവതും നമ്മുടെ പുതിയ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാനോട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വരുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ടൊന്ന് പ്രോപ്പർ റിപ്ലൈ കൊടുത്ത് പോകാൻ പറ്റാത്തത്. അവിടെ വരുന്ന മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ എൻക്വയറി കൂടാണ്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് പോലും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വേറൊരു ബുദ്ധിമുട്ട്. അപ്പോൾ വെബ്സൈറ്റിലൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വെബ്സൈറ്റ് വഴിയും കൂടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതല്ല, വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ അറിയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൻ്റെ ഐക്കൺ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് വഴി വേണമെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. റീസെല്ലേഴ്സിനും ഹോൾസെയിലായിട്ടും നമുക്ക് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ റേറ്റിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുന്ന കാര്യം. കാരണം എല്ലായിടത്തും നമുക്ക് റേറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആയിക്കോട്ടെ, അതുപോലെ സ്റ്റിച്ചിങ് ചാർജ് എല്ലായിടത്തും റേറ്റ് നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
എന്താ പറയുക, നമുക്കും പ്രൊഡക്റ്റിനും റേറ്റ് കൂട്ടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് നമ്മുടെ പുതിയ കളക്ഷൻസ് എല്ലാം തന്നെ പുതിയ റേറ്റിലായിരിക്കും വരുന്നത് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കളക്ഷൻ്റെ റേറ്റ് വരുന്നത് 350 ആണ് കേട്ടോ. ഈ ഒരു പ്രൈസിന് വളരെ വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴി നമ്മുടെ വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിപൊളി ഒരു കളക്ഷനാണ്. ഇനിയും ഒരുപാട് പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് കാണാൻ വരെ ഇറ്റ്സ് മീ അനില. ടേക്ക് കെയർ ആൻഡ് ബൈ.